ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് പെരുമ്പാവൂരിനടുത്ത് ക്രാരിയേലി എന്നൊരു സ്ഥലത്താണ്. ഇവിടെ വരാൻ ഒരു കാരണമുണ്ട്. ഒരു ദൈവദാസനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. KP എബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന സ്ഥലത്ത് ആണ് അദ്ദേഹം താമസിക്കുന്നത്. ഏതാണ്ട് 30-ലധികം വർഷങ്ങളായി വിവിധ മേഖലകളിൽ കോട്ടയം, ഇടുക്കി ജില്ലകളിലെ വിവിധ മേഖലകളിൽ ശക്തമായ രീതിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ UP-യിൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് പാസ്റ്ററെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക്, അതുപോലെ ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് പാസ്റ്ററെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്ററെ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് KP എബ്രഹാം. എവിടെയാണ് പാസ്റ്ററുടെ സ്വദേശം? എവിടെയാണ്? കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന ഗ്രാമത്തിലാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഇപ്പോൾ 3 മക്കൾ, ഒരു കുടുംബം. വൈഫ് മരിച്ചുപോയി, 5 വർഷമായി. അതെ. ഇപ്പോൾ പാസ്റ്റർ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന സ്ഥലത്താണ്. അതെ അതെ. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെ ആയിരുന്നു അല്ലേ? അല്ല, മുളന്തുരുത്തി ഒരു ബോർഡിങ്ങിൽ നിന്നാണ് പഠിച്ചത്. അതെ. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പിതാക്കന്മാർ അവിടെ കൊണ്ടുപോയി. അവിടെ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് പോന്നു. ഓക്കെ. ഇപ്പോൾ പാസ്റ്റർ ജനിച്ചപ്പോൾ ഏത് സഭാ വിശ്വാസിയായിട്ടായിരുന്നു? ക്രിസ്തീയ വിശ്വാസിയായിരുന്നു അതോ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണോ വന്നത്? ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്നു. CSI ചർച്ചായിരുന്നു. CSI ചർച്ചായിരുന്നു. പിന്നീട് ഈ CSI ചർച്ചിൽ നിന്ന് ഈ പെന്തക്കോസ്റ്റൽ ചർച്ചിലേക്ക് വരാനായിട്ടുള്ള ഒരു അനുഭവം എന്താണ്? അനുഭവം, അന്ന് ആ ചർച്ചിൽ നിൽക്കുമ്പോൾ ഞാനൊരു ഹാസ്യ നടനായിരുന്നു. ഈ ഗ്രാമങ്ങളിലുള്ള ക്ലബ്ബുകളിലൊക്കെ നാടകങ്ങൾ അഭിനയിച്ച് വരുമ്പോൾ പലപ്പോഴും ഈ പെന്തക്കോസ്തുകാരുടെ കൺവെൻഷനൊക്കെ വരുമ്പോൾ അന്ന് മൈക്ക് ഒക്കെ ആയിട്ട് നടക്കുന്നൊരു സമയം കൂടെ വരുന്നു. അങ്ങനെ ഈ സുവിശേഷം കേൾക്കാനായിട്ടൊരു മാർഗമായി. ആ സുവിശേഷം കേട്ട് അങ്ങനെയാണ് ഞാൻ മാനസാന്തരപ്പെടുവാൻ ശരിയായ രീതി ഇതാണെന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. അങ്ങനെ പെന്തക്കോസ്ത് ചർച്ചിൽ അംഗമായി. തൃശ്ശൂർ. അങ്ങനെ പാസ്റ്റർ എന്നെ രക്ഷിക്കപ്പെടാനായിട്ടൊരു മുഖാന്തരം ഉണ്ടല്ലോ. ആരുടെയെങ്കിലും പ്രസംഗം കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ വചനം പഠിച്ചതിൽ നിന്നായിരിക്കാം. എന്താണ് അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്? എന്താ? വചനം കേട്ടപ്പോൾ അത് ശരിയാണോ എന്നുള്ളൊരു പരിശോധന നടത്തി. അപ്പം പരിശോധന നടത്തിയപ്പോൾ ക്രിസ്ത്യാനിയായിട്ടല്ല, യഥാർത്ഥമായി ഒരു ദൈവവൈതലായി മാറണമെന്ന് ദൈവവചനം കേട്ടപ്പോൾ മനസ്സിലാക്കി. അപ്പോഴാണ് മാനസാന്തരം പെടണം എന്നുള്ളൊരു ദൂത് കേട്ടത്. മാനസാന്തരപ്പെടാൻ പെട്ടു. അങ്ങനെ പെടണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ സ്നാനപ്പെട്ടാണ് സഭകളിലേക്ക്. അപ്പോൾ പാസ്റ്റർ ഇങ്ങനെ ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിലേക്ക് വന്നപ്പോൾ വീട്ടിൽ അവർ CSI ബാക്ക്ഗ്രൗണ്ട് തന്നെയല്ലേ നിന്നത്? അതെ. അവിടെ നിന്ന് എന്തെങ്കിലും എതിർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായോ? ഇല്ല, എതിർപ്പ് ഉണ്ടായില്ല. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ ഇളയ പെങ്ങളും വിശ്വാസത്തിലേക്ക് വന്നു. അപ്പം പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ കുടുംബമായിട്ട് വന്നുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടായില്ല. ഓക്കെ. പിന്നീട് പാസ്റ്റർ എന്നാണ് ഒരു സുവിശേഷകനായി തീരണം എന്ന് ആകെ ചിന്തിക്കാനുള്ള കാരണം? സുവിശേഷമായിട്ട് ചിന്തിക്കാൻ കാരണം ഈ ഒരു പ്രവാചകന്മാരിൽ കൂടി ഒരുപാട് ആലോചനകൾ കേട്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, എന്നെ വേലയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാമല്ലോ. അതെ. അപ്പം എന്നെ ദൈവത്തിന് പേടിയാണോ? ഒരാൾ മുഖാന്തരം എന്നോട് പറയേണ്ട ഒരു ഗതി ആവശ്യം എന്താണ്? അങ്ങനെ ഞാൻ ആരുടെയും പ്രവചനം കേട്ട് ആ ഭാഗത്തേക്ക് വന്നില്ല. വരാതിരിക്കുമ്പോൾ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നടക്കുന്ന ആ വേലകൾക്ക് കുറച്ചുകൂടി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് വ്യാപാരം ചെയ്യണമെന്നൊരാഗ്രഹം വന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ആരൊക്കെയോ സംസാരിക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്, ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം. അങ്ങനെ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ അങ്ങനെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിനെന്തോ എന്ത് ജോലിയാ പാസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്? ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു. ചിത്രങ്ങൾ വരയ്ക്കുക, മറ്റേ പെയിൻറ്റിങ് വർക്കുകൾ ചെയ്യുക, അതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള വർക്ക്.
ഇപ്പോൾ പാസ്റ്ററെ സംബന്ധിച്ച് പാസ്റ്റർ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഹാസ്യ നടനായിരുന്നു. ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതെ അല്ലേ? അതെ. അപ്പോൾ പിന്നീട് ഒരു ആർട്ടിസ്റ്റായി. അപ്പോൾ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ സുവിശേഷ വേലയ്ക്ക് വന്നത്? അല്ല, ഈ സുവിശേഷ വേല കൊണ്ട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. എൻ്റെ കുടുംബം പോറ്റുവാൻ ജോലി ചെയ്യണമെന്ന് പഠിച്ചു ഞാൻ. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തത് പൗലൂസിനെയാണ്. പൗലൂസിനെ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ശുശ്രൂഷകൻ പൗലൂസാണ്. പൗലൂസിനെ ഞാൻ ഫോളോ ചെയ്ത് അത് അനുകരിച്ചു പോന്നു. വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ് നല്ലതെന്ന് പഠിച്ചു. അപ്പോൾ ജോലി ഉപേക്ഷിച്ചില്ല. ജോലി ഉപേക്ഷിക്കാതെ തന്നെ എൻ്റെ മക്കളെ പഠിപ്പിക്കുവാനും ആരോടും ഒന്ന് വാങ്ങുവാനും ഞാൻ ഇടയാകാതെ ഈ രംഗത്തേക്ക് ഒരു തീരുമാനത്തോടു കൂടി ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പോയി ഡിപ്ലോമ ഇൻ തിയോളജി പഠിച്ചു. ആ തീരുമാനത്തിൽ അന്ന് എടുത്ത തീരുമാനത്തിൽ ഇന്ന് നിൽക്കുക. അതെ, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടാണ് സുവിശേഷ വേല ചെയ്യുന്നത്. അതെ, ആരോടും മറ്റ് കടപ്പാടുകളൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി പഠിച്ചു. പിന്നെ ഡേസ്പ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത് ഇപ്പം ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ രംഗത്തേക്ക് ഇങ്ങനെ കൂടുതലായി വന്നപ്പം എനിക്ക് ഇൻട്രസ്റ്റ് വന്നത് സഭകൾ സ്ഥാപിക്കുക, സഭയിലിരിക്കുന്നില്ല. അതായിരുന്നു എൻ്റെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ. ഹൈറേഞ്ചിൻ്റെ മേഖലയൊക്കെ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി പ്രവർത്തിക്കുന്നു. ആത്മാക്കളാകുമ്പോൾ അവരെ വിട്ടുകൊടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഒരു പാഴ്സനേജിൽ ഇതുവരെ ഇരുന്നിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഒരു സ്വതന്ത്ര സുവിശേഷകനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതെ അതെ. അപ്പോൾ എവിടെയൊക്കെ പാസ്റ്റർ സഭ സ്ഥാപിച്ചിട്ടുണ്ട്? കീരിത്തോട്ടിലുണ്ട്, ഇടുക്കി ഡിസ്ട്രിക്ട് കീരിത്തോട്ടിൽ, പിന്നെ പണിക്കൻകുടിയിൽ, ഇവിടെ രാജക്കാട്ട്, തൊടുപുഴ, ഇത്രയും സ്ഥലത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ പോയി സുവിശേഷ വേല ചെയ്യും. അപ്പോൾ അങ്ങനെ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി സുവിശേഷ വേല ചെയ്ത് ആത്മാക്കളെ നേടുമ്പോൾ അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്താണ് ഒരു കാരണം? തീരുമാനം എടുക്കാൻ കാരണം ഒരു പ്രവർത്തനത്തിൻ്റെ രീതിയിൽ നിൽക്കുമ്പോൾ ദൈവവിളിക്കനുസരിച്ച് പോകാൻ പറ്റാത്ത ഒരു രീതിയുണ്ട്. അതായത് പ്രസ്ഥാനങ്ങൾ പറയുന്ന ഒരു രീതിയുണ്ട്, ദൈവം പറയുന്ന രീതിയുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് സുവിശേഷ വേല, അതാണ് ഞാൻ ജോലി ചെയ്ത് സുവിശേഷ വേല ചെയ്യുന്നതിന് കാരണം. അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പം ഇങ്ങനെ ഈ ആളുകളെ ഒരു കൂട്ടായ്മ കൂടി വന്നതിന് ശേഷം അവരെ മറ്റൊരു സഭയ്ക്ക് വിട്ടുകൊടുക്കാൻ എന്താണ് ഒരു കാരണം? അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിട്രി വാങ്ങുവാനോ പ്രസ്ഥാനങ്ങൾ പ്രാർത്ഥനാലയം ഉണ്ടാക്കുവാനോ അതിൻ്റെ റെൻറ്റ് കൊടുക്കാനൊന്നും പറ്റാത്ത സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ സിമിട്രിയാണ് പ്രശ്നം. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ അവിടേക്ക് അടിച്ചുക നമ്മൾ കട്ട ആ ഉപദേശത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനം. ഇപ്പോൾ സുവിശേഷ വേല രംഗങ്ങളിൽ പാസ്റ്റർ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ഒരു പുതിയ സ്ഥലങ്ങളിൽ നിന്നൊരു സുവിശേഷ വേല ആരംഭിച്ചു കഴിയുമ്പോൾ പല രീതിയിലുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ പ്രതികൂലങ്ങളാണ് നേരിട്ടിട്ടുള്ളത്? അങ്ങനെ പ്രതികൂലം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സുവിശേഷം പറയാറില്ല. ഒരു ദേശത്ത് ചെന്നാൽ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ ദേശത്ത് നിന്ന് പലരും പരിചയപ്പെടുകയാണ്. ഞാനൊരു പാസ്റ്ററാണ് എന്ന് പരിചയപ്പെടുക. ഒരു വീട്ടിൽ ചെന്നാലും സുവിശേഷം പറയില്ല. അവരൊന്ന് പരിചയപ്പെട്ട് ഞാനിങ്ങനെ പാസ്റ്റർ എന്ന് പറയുന്നു, ഇന്ന സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങുന്നു എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അങ്ങനെ ഒരു 2-3 മാസത്തോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവരുമായിട്ട് വലിയ കൂട്ടുകാരെ പോലെ സ്നേഹിതരെ പോലെ ആയി കഴിയുമ്പോഴാണ് ഞാൻ സുവിശേഷം പറയുന്നത്. അപ്പം സുവിശേഷത്തിൻ്റെ പേരിൽ എനിക്കൊരു എതിർപ്പുണ്ടായിട്ടില്ല. കാരണം ഞാൻ മുമ്പേ അവരെ സ്നേഹിക്കുകയായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു സുവിശേഷം പറയാമല്ലോ, യേശുവിൻ്റെ കാര്യം പറയാം, പാഷാന്നറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് അവരൊരു ഫ്രണ്ട്ഷിപ്പായി കഴിയുമ്പോഴാണ് ഞാൻ സുവിശേഷം പറയുന്നത്. അങ്ങനെ കീരിത്തോട്ടിൽ 20 കുടുംബത്തെ 2 വർഷം കൊണ്ട് നേടിയായിരുന്നു. തൊടുപുഴ ഇഞ്ചിയാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് 27 കുടുംബത്തെ ഏകദേശം 2.5 വർഷം കൊണ്ട് നേടി. ഇതാണ് എൻ്റെ രീതി. അതായിരുന്നു സുവിശേഷം അല്ലായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ യേശുവിനെ പോലെ യേശു ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സുവിശേഷത്തിൻ്റെ എതിർപ്പ് വന്നിട്ടില്ല. ആദ്യം നമ്മളൊരു സാക്ഷി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു നമ്മളെക്കുറിച്ച്. അതെ. അപ്പം ഇപ്പം അവർ നോക്കുമ്പം ആ ഭാഷ കൊള്ളാം, വരുമ്പോഴൊന്നും ചാടിക്കയറി നമ്മുടെ സഭയ്ക്ക് കുറ്റം പറയുമോ, ഒരു മതത്തെ കുറ്റം പറയുമോ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം സ്നേഹിക്കുന്നു, കരുതുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ അധികാരമായിട്ട് സുവിശേഷം പറയുന്നത്. അതായത് പാസ്റ്ററുടെ ഒരു ശൈലി എന്ന് പറയുന്നാൽ ഒരു സ്ഥലത്ത് ചെല്ലുക,
അവിടെയുള്ള ആളുകളെ പരിചയപ്പെട്ടതിന് ശേഷം എന്താണ് അവിടെ സുവിശേഷത്തിൻ്റെ ആവശ്യകത എന്ന് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ ആളുകൾക്ക് പരിചയപ്പെടുന്ന തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ അല്ലേ. അപ്പോൾ ഒരു സുവിശേഷകൻ അതൊരു വലിയൊരു മാതൃകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ വിശ്വാസമൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും പ്രവൃത്തിയില്ല. അപ്പം മറ്റ് പല ആളുകളെ നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു സുവിശേഷകനാണ്, പാസ്റ്ററാണെന്ന് പറയുമ്പോഴും യഥാർത്ഥമായിട്ടുള്ള ഒരു ക്രിസ്തുവിൻ്റെ ഒരു സഹനശക്തിയോ സ്നേഹമോ ഒന്നും ആളുകളിൽ കാണാനായിട്ടില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ സാക്ഷ്യത്തോടു കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ഒരു വചനത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ക്ഷമിക്കുന്ന, സഹിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ഭാവം. അപ്പം അങ്ങനെയുള്ളപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആളുകൾ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായിത്തരും. പിന്നീട് എന്താണ് സുവിശേഷ വേലയെക്കുറിച്ച് പാസ്റ്റർക്ക് പറയാനായിട്ടുള്ളത്? സുവിശേഷ വേല ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതായത് ദൈവം അത്ഭുതകരമായി വിടുവിച്ചു, എന്നെ നടത്തി എന്ന് വ്യക്തമായി പറയാൻ കഴിയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. അതേതൊക്കെയാണ്? ഞാനൊരു അൾസർ രോഗിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നാടകത്തിലേക്ക് അഭിനയിക്കുന്ന സമയത്ത് മദ്യം നന്നായിട്ട് കഴിക്കുമായിരുന്നു. അൾസർ പിടിച്ചു. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം കുടൽ മാറ്റിയിടണം, കട്ട് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉണ്ടാവുകയും ചോദിച്ചപ്പം ബാക്കി സ്ഥലത്തുണ്ടാകും. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി സ്ഥലത്തുണ്ടാകും. അപ്പോൾ ഈ സുവിശേഷ വേലയ്ക്ക് താല്പര്യപ്പെട്ട് ഇറങ്ങി, ദൈവവിളി കേട്ട് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു മാർഗം ഞാൻ ആഗ്രഹിച്ചു. ഒരു 2-3 ദിവസം ഒരു ചർച്ചിൽ പോയി ഫാസ്റ്റിങ്ങിലിരുന്ന്, ഞാൻ പോലും അറിയാതെ, ഒരു വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു, എരിവും പുളിയും കഴിക്കാൻ പാടില്ല, അൾസർ രോഗിയാണ്, സെപ്റ്റിക് അൾസറായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പം എൻ്റെ രോഗം കംപ്ലീറ്റ് പോയി, എനിക്കുണ്ടായിട്ടില്ല. അപ്പം രോഗം മാറ്റും എന്നൊരു ശക്തി ഉണ്ടെന്ന് കൂടുതലായി ദൈവം പ്രവർത്തിക്കുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് കൂടുതൽ. പിന്നെ 2, ഈ വേലയിലേക്ക് തൊടുപുഴ പൂമാല എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോൾ ആദ്യത്തെ സഭാചാർജ് അവിടെയാണ്. ആ മലയിലിരിക്കുമ്പോൾ ഒരു ഭൂതം വന്നു, ഭൂതളയ്ക്ക് വന്ന ലക്ഷ്മി എന്ന് പറയുന്നത് ഹൈന്ദവ സൗകര്യമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു ശുശ്രൂഷയുണ്ടോ എന്നറിയാനായി ഞാൻ പരീക്ഷിക്കില്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു. അതും വിട്ടുമാറിപ്പോയി. അപ്പം ഒരു കാര്യം മനസ്സിലായി, കർത്താവിനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഒരു പൂർണ്ണമായ, ഒരു സമ്പൂർണ്ണമായ ഒരു സമർപ്പണത്തോടു കൂടി ഞാൻ വേല വിശാലമാക്കാൻ തീരുമാനിച്ചു. അപ്പം കർത്താവിൻ്റെ വേലയിലേക്ക് വരുമ്പോൾ ഇതും ആവശ്യമായതുകൊണ്ട് അതും കൂടി ഞാൻ സ്വീകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും എതിർപ്പുണ്ടായിരിക്കുന്നത് സഹജീവികളിൽ നിന്നാണ്, പാസ്റ്റർമാരിൽ നിന്നാണ് കൂടുതലും പ്രശ്നമുണ്ടായത്. നാട്ടുകാരിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം ഒരു കൃപാ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് പറയുമ്പോൾ, അപ്പോൾ എന്നേക്കാൾ അദ്ദേഹത്തിന് അറിയാം, എന്നാൽ സെക്കുലറായിട്ടുള്ള പഠിപ്പ് അദ്ദേഹത്തിനില്ല. പക്ഷേ ബൈബിൾ കോളേജിലും വലിയ പഠിപ്പില്ലെങ്കിലും ദൈവജനത്തിൻ്റെ മാർമിക വശം കേൾക്കുമ്പോൾ എന്നോട് എതിർപ്പുകൾ കൂടെ ഉണ്ടായത് ഈ സുവിശേഷകന്മാരിൽ നിന്നാണ്. അതാണ് ഇന്നും ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ സാധ്യത. ഇന്നും ഞാൻ ദൈവജനത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ, ശരിയായി പറഞ്ഞാൽ, ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന പല കാര്യങ്ങളും തെറ്റാണ്. തെറ്റാന്ന് പറഞ്ഞാൽ, സ്നാനം തന്നെ പറഞ്ഞാൽ, സ്നാനം നമ്മൾ കേട്ടിട്ടുള്ളത് മുഴുവൻ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം പറ്റുന്ന, അങ്ങനെ യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞത് സകലരെയും സ്നാനപ്പെടുത്തി ശിഷ്യനാക്കാനാണ്. യോഹന്നാൻ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി, യേശുവും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി. ഒരുപാട് ശിഷ്യരുണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ മരണം അടക്കം ഉയർപ്പ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞ്, എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി സകലരെയും എന്നോട് ചേർക്കാനല്ല പറഞ്ഞ്, ശിഷ്യനാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ശിഷ്യനാക്കാനല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാനാണ്. അപ്പോൾ യോഹന്നാൻ പറഞ്ഞ 3 സ്നാനത്തിൽ ഞാൻ ഊന്നൽ കൊടുക്കുന്നു. 1,
ഞാനോ വെള്ളത്തിൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പ് അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തും. ആ തീയാലുള്ള സ്നാനം അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന വീശുമുറം കയ്യിലുണ്ട്, ചുട്ടുകരിക്കുന്ന കാര്യമൊക്കെയാണ്. പക്ഷേ യോഹന്നാൻ പറഞ്ഞത് പലപ്പോഴും ഗ്രഹിക്കുന്നില്ല. ഞാനോ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തും. അത് വേറെ ആരും കത്തിച്ച് കളയുന്ന കാര്യമല്ല. ഈ രണ്ട് സ്നാനവും ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത് രണ്ടും ഒരു അതിൻ്റെ വികൃതമാക്കി മാറ്റി. ഒന്ന്, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന സാറേ, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം തീ കൊണ്ടുള്ള ഭയങ്കര പ്രവർത്തനങ്ങളാണ്. തീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. തീയല്ല, വളരെ ശാന്തമാണ്. ഒരിക്കൽ പോലും പരിശുദ്ധാത്മാവ് വന്നിട്ട് അവിടെ ആരും പിടച്ചു വീണില്ല. പരിശുദ്ധാത്മാവ് വന്നിട്ട് ഒരു കോപ്രാഞ്ചകം കാണിച്ചില്ല. അതിൻ്റെ ആ നിറഞ്ഞ വീട് മുഴക്കം കൊണ്ട് നിറഞ്ഞെന്ന് എഴുതിയേക്കുന്നത്. ആ നിറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചു, ഭാഷകൾ സംസാരിച്ചു എന്നാണ്. അപ്പം ഞാൻ ഊന്നൽ കൊടുക്കുന്നത് അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് യേശു പറഞ്ഞു, ലൂക്കോസ് 12-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്കൊരു സ്നാനം കൂടി ഏൽക്കാനുണ്ട്. അപ്പം യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് സ്നാനപ്പെട്ടതാണ്, വെള്ളത്തിൽ സ്നാനമേറ്റതാണ്. മൂന്നാമത്തെ തീയാൽ എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട്. അത് എനിക്കൊരു സ്നാനം കൂടി ഏൽക്കാനുണ്ടെന്നാണ് യേശു പറയുന്നത്. മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ സെബെദീപുത്രന്മാർ വന്നിട്ട് ഞങ്ങളെ ഇടത്തും വലത്തും ഇരുത്തുന്ന കാര്യം പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുമോ? അവർ പറഞ്ഞു ഏൽക്കും. അതെ, നിങ്ങൾ ഏൽക്കും. അതായത് ശരിയായ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കാനുള്ള സ്നാനമാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയാൽ ശിഷ്യനാവുള്ളൂ, അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുകയില്ല. അങ്ങനെ വന്നാൽ യേശുക്രിസ്തു വെള്ളത്തിൽ മുങ്ങി മരിച്ചതായിട്ട് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ യേശുക്രിസ്തു വെള്ളത്തിൽ മുങ്ങി അല്ല മരിച്ചത്. വെള്ളത്തിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൽ അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുവാൻ, അതായത് ഒരു വിശ്വാസി ശിഷ്യനായി കഴിഞ്ഞാൽ അവനെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. അതിനുശേഷമാണ് ഈ തീയാലുള്ള സ്നാനം വരുന്നത്. അത് കഷ്ടതയാണ്, വേദനയാണ്. പൗലൂസ് പറയുന്നത് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രാധാന്യതയാണ് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥകൾ, ക്ഷീണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മറ്റുള്ള നിന്ദകൾ, പരിഹാസങ്ങളൊക്കെ. ഇതിനു വേണ്ടി ഈ മരണം സഹിച്ചു നിന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. ആദ്യം രക്ഷിക്കപ്പെടും, വായുകൊണ്ട് ഏറ്റു പറയുന്നത് രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഈ വാക്യം സഭയിൽ പറയപ്പെടുന്നത് എന്നുണ്ടെങ്കിലും അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഞാൻ ഈ രണ്ട് സ്നാനത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിനുള്ള പൗലൂസ് പറഞ്ഞത് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, സ്തേഫാനോസിനെയും കുടുംബക്കാരെയും കുറച്ച് പേരെ മാത്രം ഞാൻ സ്നാനപ്പെടുത്തി, അധികം പേരെ സ്നാനപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ സ്നാനം വേണ്ടെന്നല്ല, അതിനേക്കാൾ വലിയ സ്നാനമുണ്ട്, യേശുപ്പെടുത്തുന്ന സ്നാനമുണ്ട്. അതിനാണ് പൗലോസ് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. അതുകൊണ്ട് ഞാനും പരിശുദ്ധാത്മാവിനാലും ഈ കഷ്ടതയിലുള്ള അല്ലെങ്കിൽ വേദനയിലുള്ള സ്നാനത്തിന് പ്രാധാന്യം കൊടുത്തത്. അതാണ് എൻ്റെ സുവിശേഷ പ്രവർത്തനം തന്നെ. അപ്പോൾ ഇന്ന് നടക്കുന്ന മിറക്കൽ പരിപാടിയേക്കാൾ അതിലേക്ക് ഓടാതെ ഇത് അനുഭവിച്ച് ഒന്നറിയാം, നമ്മൾ കർത്താവിനെയും പ്രാപിച്ചു, കർത്താവിൻ്റെ ആത്മാവിനെയും പ്രാപിച്ചിരിക്കുന്ന നമ്മളെ എന്തായാലും നമ്മളെ കൊല്ലാനല്ല കഷ്ടത, അവൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ ശുശ്രൂഷയുടെ മെയിൻ ഭാഗം. അതാണ്. അല്ല, ഇപ്പോഴത്തെ കാലത്തെ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ ചർച്ച ഒരുപാട് അങ്ങ് വളർന്നല്ലോ. അവർക്ക് പ്രത്യേകമായ ഒരു വേഷവിധാനങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അവർ ഒരു വലിയ ബിസിനസ് ആക്കി അതിനെ മാറ്റിയിരിക്കുക. അതെ അതെ. പണം സമ്പാദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ടെന്ന് പല ന്യൂ ജനറേഷൻ ചർച്ചക്കാരും അതുപോലെ കുറേ പ്രവാചകന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. അവർ സ്വയം പരിചയപ്പെടുത്തി തന്നെ അവരുടെ പേരിൻ്റെ ഫ്രണ്ടിലായിട്ട് പ്രോഫറ്റ് അല്ലെങ്കിൽ പ്രവാചകൻ എഴുതി വെച്ചുകൊണ്ടാണ് അവർ നോട്ടീസ് പോലും അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവചനങ്ങളും ഇതുപോലെയുള്ള ഈ ശുശ്രൂഷകളും ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ ശരിക്കും? തീർച്ചയായിട്ടും ഇതൊന്നും ബൈബിളിലുള്ള കാര്യമല്ല. അതായത് ഒരുത്തൻ പ്രവാചകനാണെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് അവന് പ്രവചനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയി പ്രവചിക്കുക. ആരോടാണ് ആലോചന പറയാനുള്ളത്?
പൗലൂസിൻ്റെ വീട്ടിൽ ചെന്ന് ഫിലിപ്പോസിൻ്റെ വീട്ടിൽ 4 പ്രവാചകന്മാരുണ്ട്, പ്രവചിക്കുന്ന പെൺപിള്ളേരുണ്ട്. അവിടെ പൗലൂസ് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗബോസ് എന്ന പ്രവാചകൻ അവിടെ വന്നിട്ട് പൗലൂസിൻ്റെ അരക്കച്ചെടുത്ത് കാലമേൽ കെട്ടിയിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമയെ യെരൂശലേമിൽ ബന്ധിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു എന്ന് പറഞ്ഞു. അഗബോസിനെ വിളിച്ചു വരുത്തിയതല്ല, അഗബോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു വിട്ടതാണ്. ഇന്നത്തെ പ്രവാചകന്മാർ വിളിച്ച് അങ്ങോട്ട് വരുത്തിയിട്ട് പറയുകയാണ്. അത് റോങ്ങാണ്, വചനാടിസ്ഥാനത്തിലല്ല. പ്രവചനം ഒരുത്തിനോട് പറയാനുണ്ടെങ്കിൽ പ്രവാചകന്മാരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് പൗലൂസിനെ അയക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പൗലൂസ് പറയുന്നത് ഞാൻ പോകും, എന്നെ ബന്ധിക്കട്ടെ, അവന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായതാണ്. ഒന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്നെ ബന്ധിക്കുമെന്ന്. ഇന്ന് അങ്ങനെ ഒരാളോട് പറഞ്ഞാൽ പോയല്ല. പക്ഷെ പൗലൂസ് പറയുന്നത് ഞാൻ പോകും. അപ്പോൾ അഗബോസ് പറയുകയാണ്, ദൈവപ്രവർത്തനം നടക്കട്ടെ, പോയി. അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി? ബർബരന്മാർ താമസിക്കുന്ന മെലിത്ത ദ്വീപിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റി. പോയില്ലായിരുന്നെങ്കിലോ? പോയില്ലെങ്കിൽ ബന്ധിക്കപ്പെടുകയില്ല, ആ രാജ്യത്ത് സുവിശേഷം എത്തിയല്ല. അപ്പോൾ പ്രവാചകന്മാർ ഇപ്പം നടക്കുന്നത് മുഴുവൻ വ്യാജമാണ്, വചനാടിസ്ഥാനത്ത് വെറും കള്ളന്മാരാ. കാരണം അവരെന്താ പ്രവചിക്കുന്നത്? ആരോടെ പ്രവചിക്കുന്നത്? ഒരു സഭയിൽ നിൽക്കുന്ന വിശ്വാസികളെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പ്രവചിക്കുക. അത് തെറ്റല്ലേ? ഒരു തെറ്റാണ്. പിന്നെ പ്രവചനത്തിന് പുതിയ നിയമസഭയിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യാനാണെങ്കിൽ അത് സഭയ്ക്കകത്ത് വേണമെന്നാ. അത് ദൈവമക്കൾക്കും ഉണ്ടാകാം, പ്രവാചകനുണ്ടാകാം, സഭ പ്രവചിക്കുന്നവരാകട്ടെ, അതിന് കുഴപ്പമില്ല. അത് പ്രവാചകന്മാരെ വിളിക്കുന്ന പാർഷന്മാരും ശരിയല്ല. അതിനെ വിളിച്ചു വരുത്തുന്നത് വിളിച്ചു വരാത്താൻ പാടില്ല. അങ്ങനെ ഭരിച്ച ഒരു ചരിത്രവും ബൈബിളിൽ പുതിയ നിയമസഭയിൽ കാണാനില്ല. ഇനി അത് തന്നെയല്ല, ഒരു മണ്ടത്തരം കാണിക്കുന്നുണ്ട്. സഭയിലെ ശുശ്രൂഷകനാണ് ആ സഭയുടെ മേലധ്യക്ഷൻ അവിടുത്തെ. പക്ഷേ അദ്ദേഹം വിളിച്ചു വരുത്തി ഇവിടെ ഇരുത്തുകയാണ്, അവന് സീറ്റ് കൊടുക്കുകയാണ്. പ്രവാചകൻ എങ്ങും പ്രസംഗിക്കാൻ പറഞ്ഞ പുതിയ നിയമത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവർ പ്രവചിക്കാം, ആലോചന പറയാം. ഇപ്പോൾ വചനം പറഞ്ഞ് എല്ലാവരും തലേ കൈ പിടിച്ച് ദൂത് പറയുന്നു. അതെല്ലാം തെറ്റല്ലേ? കാരണം ആ സഭയിലെ ശുശ്രൂഷകനല്ലേ ആലോചന പറയേണ്ടത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പൗലൂസ് പറയുന്നത് അതാത് സമയത്ത് അതിനെ അതിനെ പകുത്തു തരും. അപ്പം അവിടെ ഇരിക്കുന്ന ശുശ്രൂഷകന് ഒരാളോട് പ്രവചിക്കണമെങ്കിൽ അതേ വചനത്താൽ അതേ ആത്മാവിനാൽ പ്രവചനം കൊടുക്കും. രോഗസൗഖ്യം വരുത്തേണ്ടാണ് അദ്ദേഹം കൊടുക്കും. പിന്നെ എന്തിനും വിളിച്ചു വരുത്തും. അപ്പം ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് തന്നെ അവർ പറയുന്നത് ശരിയാണ്. ഞങ്ങൾ പഴയ ജനറേഷൻ അല്ല, ദൈവത്തിൻ്റെ ജനറേഷൻ അല്ല, ഞങ്ങൾ ന്യൂ ജനറേഷൻ, പുതിയ സംഭവമാണ്. അതായത് ഇവർ മുഴുവനും വർഷിപ്പനാണ്. വർഷിപ്പന സാറേ. അപ്പോൾ വർഷിപ്പ് എന്ന് പറയുന്നത് പോലും ഇവർക്ക് അറിയില്ല. ആരാധിപ്പിക്കുമല്ലേ? ആരാധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തെ അറിഞ്ഞവൻ ആരാധിക്കാൻ അറിയത്തില്ലേ, പിന്നെന്തിനാ ജീവിക്കുന്നേ? അവരെ ആരാധിപ്പാൻ. അത് തന്നെയല്ല, ഒരു വ്യാജ പരിപാടിയുണ്ട്, വർഷിപ്പ് ലീഡർ. സഭയ്ക്കകത്താരാ ലീഡർ? വർഷിപ്പിന് ഒരു ലീഡർ ഇല്ലല്ലോ. സഭയുടെ ശുശ്രൂഷകൾ മുഴുവൻ നടത്തുന്ന ലീഡർ പരിശുദ്ധാത്മാവല്ലേ. അപ്പോൾ പാട്ടിൻ്റെ ലീഡർ എന്ന് പറയാം, ഗാനത്തിൻ്റെ ലീഡർ എന്ന് പറയാം. പക്ഷെ വർഷിപ്പ് എന്ന് പറഞ്ഞ ലീഡർ ഇല്ല. അദ്ദേഹം പറയും പോലെ ആരാധിക്കണം, അദ്ദേഹം കൈവെക്കാൻ പറയുമ്പോൾ കൈവെക്കണം. അപ്പോഴിതെല്ലാം വിദേശ രീതിയിൽ ഇറങ്ങി വന്നതാണ്. പക്ഷെ നമുക്ക് ബൈബിളിൽ അത് കാണാനില്ല. അപ്പോൾ അങ്ങനെ ഈ പാസ്റ്റർ ഈ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഈ പ്രകടനമൊക്കെ കാണുമ്പോൾ നമ്മുടെ പെന്തക്കോസ്റ്റൽ സമൂഹമൊക്കെ എത്രമാത്രം ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്ന് തോന്നില്ലേ? അതുകൊണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു, അനുകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു എന്തിനാണ് അഭിഷേകം പ്രാപിച്ചത്? ദരിദ്രരോട് സുവിശേഷം പറയാൻ. എത്ര പേർക്ക് ദരിദ്ര വേണം? ആർക്കും വേണ്ട. അപ്പോൾ ദരിദ്രരോട് സുവിശേഷം പറയാൻ എന്നെ കർത്താവ് ദൈവം അഭിഷേകം ചെയ്യുന്ന യേശു പറയുന്നു. ലേഖനത്തിൽ വായിക്കുന്നു, അവൻ്റെ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു, അവൻ്റെ അഭിഷേകം തന്നെ നമ്മളിലിരിക്കുന്നു. എന്നിട്ട് എന്തിയെ ഈ ദരിദ്രരോട് സുവിശേഷം പറയാത്തത്? ദരിദ്ര ആർക്കും വേണ്ട, യൂദായ്ക്ക് പോലും വേണം. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പറയുന്നു, ഇത് വെറും ചെലവാണ്, ആ പണം ഉണ്ടെങ്കിൽ ദരിദ്രർ കൊടുക്കാം. ആ കാഴ്ചപ്പാട് പോലും ഇന്നത്തെ പാസ്റ്റേഴ്സിനോ സഭയ്ക്കോ ഇല്ല. പിന്നെ 2, ഈ ബോഡിക്കുണ്ടാകുന്ന വിടുതലാണ് ഇവിടെ മുഴുവൻ നടക്കുന്ന ശുശ്രൂഷ. അകത്തെ മനുഷ്യൻ്റെ വിടുതൽ നടക്കുന്ന ഒരു സ്റ്റേജ് പറ.
അത് പറയുന്നില്ല. രോഗം, ഭൂതം, നിന്റെ ഭൗതിക നന്മയ്ക്ക് തടസ്സം, ഇതെല്ലാം പ്രസംഗിച്ച് ശുശ്രൂഷിക്കുന്ന ആരുടെയാ? ഈ ശരീരത്തെ. പൗലോസ് പറയുന്നു, നിങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യനെ ക്ഷയിപ്പിച്ച് അകമേ ഉള്ളവനെ വളർത്തണം. ഈ പുറമേ ഉള്ള മനുഷ്യനെ ദൈവം ക്ഷയിപ്പിക്കുമ്പോൾ അതിനെ ശാസിച്ച് മാറ്റാനായി ഇവന്മാർ വരിക. അപ്പോൾ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചെങ്കിൽ അകത്തെ മനുഷ്യൻ വളരത്തുള്ളൂ. ഒന്ന് ഞാൻ പറയാം, പുറത്തെ മനുഷ്യന് വിശപ്പുണ്ട്, അതിന് ഭക്ഷണം കഴിക്കണം. അകത്തെ മനുഷ്യന് വിശപ്പുണ്ട്, വചനം ഭക്ഷിക്കണം. പുറത്തെ മനുഷ്യന് ദാഹമുണ്ട്, വെള്ളം കുടിക്കണം. അകത്തെ മനുഷ്യന് ദാഹമുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പുറത്തെയുള്ള മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ, അകത്തെ മനുഷ്യന് കണ്ണുണ്ട് സ്വർഗീയ കാഴ്ചകൾ കാണാൻ. ഒന്നുകൂടി ഞാൻ പറയാം, ഈ പുറത്തെ മനുഷ്യൻ ഒരിക്കൽ ക്ഷയിച്ച് നശിച്ചു പോകും. ഇന്നിവിടെ നടക്കുന്ന മിറക്കിൾകാരോട് ഞാൻ ചോദിക്കട്ടെ, മരിച്ചവരെ ഉയർപ്പിച്ചല്ലോ യേശു, ലാസർ അടക്കം ഒരുപാട് പേരെ, അവരൊക്കെ എന്തിയെ? വീണ്ടും മരിച്ചു പോയില്ലേ? അപ്പം വീണ്ടും മരിച്ചു പോകുന്ന ശരീരത്തിന് ഒരു വിടുതൽ കൊടുത്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അകത്തെ മനുഷ്യനെ കൊണ്ടുപോകാമെങ്കിൽ, അവനെ പ്രാപ്തിയെ കൊണ്ടുവരാമെങ്കിൽ, അകത്തെ മനുഷ്യനെ ശുശ്രൂഷിക്കുവാൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേരേ ഉള്ളൂ. പുറത്തെ മനുഷ്യനെ വിടുതൽ കൊടുക്കാനും പുറത്തെ മനുഷ്യൻ്റെ നന്മ കൊടുക്കാനും മാത്രമാണ് ഈ ന്യൂ ജനറേഷൻകാരെ കൊണ്ട് ഉതകത്തുള്ളൂ. എന്നാൽ പഴയ ഒരുപാട് ദേവദാസന്മാരുണ്ട്. ലാസർ മാത്യു, JC ദേവ് സാറ്, പോൾ ഗോപാലകൃഷ്ണൻ, K ജോയി ഡൽഹി, പാസ്റ്റർ എബി എബ്രഹാം, അനിൽ കൊടിത്തോട്ടം, അങ്ങനെ കുറേ പേര് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാർഗങ്ങളുടെ വശം പറയുകയും ഇവരോടൊക്കെ പോരാടി നിൽക്കുകയാണ്. ഒരുപാട് ബ്രദറിലും ബന്ധുക്കൂസിലൊക്കെ ഒരുപാട് വചനം പഠിപ്പിക്കുന്ന ദേവദാസന്മാരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയെ നേടിയെടുക്കുവാൻ പുതിയ നിയമത്തിൽ പുതിയ ശൈലിയിൽ ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരുന്നില്ല എന്നുള്ള ഒരു പരാജയം കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ സമൂഹം ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു വലിയ അപകടമല്ലേ? അതെ, കാരണം ഇപ്പം ബൈബിൾ പഠിക്കാൻ പിള്ളേരില്ല, കുട്ടികളില്ല. ഞാൻ പ്രസംഗിച്ചതും സാറ് പ്രസംഗിക്കുന്നതും മറ്റുള്ളവർ പ്രസംഗിക്കുന്നതും ഞാൻ ഈ പറഞ്ഞ ഭാഷമാരെല്ലാം പ്രസംഗിച്ചതും മുഴുവൻ ഇവർക്ക് എല്ലാ ദൈവമക്കൾക്കും അറിയാം. ഇനി വേറെ ഒന്നും കിട്ടാനില്ല. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ച പുസ്തകമല്ലോ ഇപ്പോൾ 1ാം ക്ലാസ്സിലെ 1ാം ക്ലാസ് ഉണ്ട് ഇപ്പോഴും, പക്ഷെ സിലബസ് മാറി. ബൈബിൾ കോളേജിൽ സിലബസ് മാറാത്തത് കൊണ്ടാണ് വിശ്വാസികൾ വരാത്തത്. അതായത് ബൈബിളിൽ ഇന്നും മറിഞ്ഞു കിടക്കുന്ന ഒത്തിരി മിസ്റ്ററി മർമ്മങ്ങളുണ്ട്. അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാര്യം പറഞ്ഞ ചിലപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചി തിന്നും, പറഞ്ഞാൽ അമ്മയെ തല്ലുമെന്ന് പറഞ്ഞ പോലെയാണ്. ദൈവം 3 ജാതികളെ കണ്ടു. നോഹയുടെ 3 സന്താനങ്ങൾ, ശേം, ഹാം, യാഫേത്ത്. അതിന് ശേമും യാഫേത്തും അനുഗ്രഹിക്കപ്പെട്ട് നിന്നു. അപ്പൻ്റെ നഗ്നതയെ കണ്ടപ്പം കൈകൂട്ടി ചിരിച്ച ഹാമിനെ ശപിച്ചു. ശപിച്ചതെന്താ? നീ ഇന്നു മുതൽ നിന്റെ തലമുറകൾ, നിന്റെ സന്താനങ്ങൾ ഈ 2 കൂട്ടർക്കും അടിമകളായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു. ഇന്നും അതായിരുന്നു. 2 പേര്, ഈ 3 കൂട്ടരെ, ഒരുത്തൻ ശാപം കെട്ട് കിടക്കുന്നു, മറ്റൊരു 2 തലമുറകൾ മുന്തിയ പന്തിയിൽ നിൽക്കുന്നു. ഇവർ 3 പേരെയും കാൽവറിയിൽ കാണാം. യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് ശേമിൻ്റെ സന്തതി യഹൂദൻ പറയുന്നു, ഇവനെ ക്രൂശിക്ക. യാഫേത്തിൻ്റെ സന്തതി അടിച്ചുകൊണ്ട് പോകുന്നു. ഹാമിൻ്റെ സന്തതി വയലിൽ നിന്ന് കയറി വരുന്നു. വയലിൽ നിന്ന് കയറി വന്നപ്പോൾ മറ്റവർ 2 പേർക്കും കിട്ടാത്തൊരു ഭാഗ്യം ഈ ഹാമിൻ്റെ സന്തതിക്ക് കിട്ടി, ശിമോന് കിട്ടി. അവൻ ക്രൂശുമേൽ തൊട്ടു. എൻ്റെ കാഴ്ചപ്പാടിൽ സത്യസന്ധമായി ബൈബിൾ വെച്ചുകൊണ്ട് പറയുന്നു, അവൻ ആർക്കും എതിർക്കാം, ആർക്കും, എന്നെ കേൾക്കുന്നവർക്ക് എതിർക്കാം. യേശു വന്നത് ദരിദ്രരോട് സുവിശേഷം പറയാനാണെങ്കിൽ ഈ ജാതിക്ക് വേണ്ടിയാണ് വന്നത്. ഇനി ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും യേശുവിനെ വേണമെന്നുണ്ടെങ്കിൽ എബ്രായലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതാ അവൻ പാളയത്തിന് പുറത്ത് കഷ്ടമേറ്റ് കിടക്കുന്നു. ഇനി ആർക്കെങ്കിലും വരണമെങ്കിൽ അവൻ്റെ നിന്നയും ചുമന്നുകൊണ്ട് അങ്ങോട്ട് വരാം. അതായത് മുമ്പന്തി നിൽക്കുന്നത് ഹാമിൻ്റെ സന്തതികളാണ്, ദരിദ്രരാണ് എന്ന് പറഞ്ഞാൽ അറയ്ക്കപ്പെട്ട ജാതിയാണ് പാളയത്തിന് പുറത്ത് കിടക്കുന്നത്. അവിടെ ആർക്കും വരാം, ഏത് ജാതിക്കും വരാം, എല്ലാവർക്കും വരാം. പക്ഷെ അവിടെ വരണം. അവിടെ വരാതെ സുവിശേഷത്തിൻ്റെ മാറ്റിൽ കൊണ്ടുകൊണ്ട് ഓടി നടക്കുന്ന ഒരുപാട് പേരെ കാണാം. ഇവിടെ വന്ന് ഇവരോടൊന്നിച്ച് ഇവരോട് ചേർന്ന് നിൽക്കാമെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റും. ഇന്ന് ബന്ധക്കോസുകാരോ ബ്രദറുകാരൊക്കെ ആരും ആയിക്കോട്ടെ, ഈ ദരിദ്രരെ ആർക്ക് വേണം? ഞാൻ ഈ ദരിദ്രം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന മുഴുവൻ എല്ലാ സമുദായത്തിലും ദരിദ്രരുണ്ട്. ഒരു ജാതിയെ കുറിച്ചല്ല, എല്ലാ സമൂഹത്തിലും ദരിദ്രരുണ്ട്. അവരാർക്കും വേണ്ടല്ലോ, അവർ വേണ്ട. ഇവിടെ നോക്ക് സാറേ, ഒരു ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ തലപ്പത്ത് ഇവരാരെങ്കിലും ഉണ്ടോ? വരികയില്ല.
ഇവിടെ സുവിശേഷ വേല നടക്കുന്നുണ്ട്, ഇവരാരെയും വേണ്ട. പക്ഷെ സ്വയമായി കർത്താവിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു സുവിശേഷ വേല ചെയ്തിപ്പം സാറ് തന്നെ ഇത് ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനെ കുറേ പേരെ ഉണ്ടെന്ന് സമൂഹം അറിയുന്നത്. അതെ അതെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സ്ഥാനമാനങ്ങളില്ലാതെ, ഇനി ഒരു കാര്യം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിനെയാണ് അംഗീകരിക്കുന്നതെങ്കിൽ യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോൾ യൂദായും തന്നെ ഒറ്റ കൊടുക്കേണ്ടി വന്നത്. യേശു ഇത്ര അത്ഭുതം നടത്തി വന്നതല്ലേ. കാരണം യേശുവും പത്രോസും യോഹന്നാനും അന്ത്രോസും എല്ലാം ഒരേ ഷേപ്പിലായിരിക്കുന്നത്, വേഷവിധാനത്തിൽ പോലും അറിയാൻ പറ്റുന്നില്ല. ഇന്ന് ഒരു സെൻട്രൽ പാർട്ടിനെയും പ്രസിഡന്റിനെ കണ്ടറിയത്തില്ലേ? കണ്ടാലറിയാം, അവർ വരവ് കാണുമ്പോൾ അറിയാം, അവരെ പോക്ക് കാണുമ്പോൾ അറിയാം, അവർ സ്റ്റേജിൽ വന്നാൽ അനങ്ങാതെ ഇരിക്കും, അവരെഴുതി വെക്കുമ്പോഴേ ആത്മാവ് വരുവുള്ളൂ. അപ്പം അതുപോരാ, യേശു താണ ലോകത്തേക്ക് ഇറങ്ങി വന്ന ആ മനോഭാവത്തിലേക്ക് എല്ലാവരും വരണം. എല്ലാവരും ഇവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ വന്നാൽ അതായിരിക്കും കർത്താവിൻ്റെ സഭയെന്ന് പറയുന്നത്. നടക്കുന്ന ഒത്തിരി സഭകളുണ്ടാകാം, ഇവരാരും സ്വർഗത്തിൽ പോയി എന്ന് ഞാൻ പറയല്ല. പക്ഷേ വചനാടിസ്ഥാനത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത ഒരു സഭയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി ഈ യുവജന തലമുറയോട്, അതായത് ഈ സുവിശേഷ വേല ചെയ്യുന്ന യൗവനക്കാരായിട്ടുള്ള ആളുകളോട് പാസ്റ്റർക്ക് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? അവരോട് പറയാനുള്ള സന്ദേശം, ദൈവവചനത്തിൽ വേരൂന്നുക. വേരൂന്നിയിട്ട് വചനമെന്തു പറയുന്നു, ആ വചനം കൊണ്ട് യൗവനക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് നടക്കുന്ന അനാചാരങ്ങൾ, അതായത് സഭയ്ക്കകത്ത് നടക്കുന്ന അനാചാരങ്ങൾ. 2, മദ്യത്തിനും മയക്കുമരുന്നിനും, ഇപ്പോൾ മയക്കുമരുന്നൊക്കെ വേറെ ഒത്തിരി നിലവിലേക്ക് വലിയ നിലവാരത്തിലേക്ക് പോയി, സ്കൂള് കോളേജ് അങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ മുഴുവനും ഇറങ്ങേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാം, മനുഷ്യനെ സ്നേഹിക്കാം. അപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനുമായി പോകുന്ന യൗവനക്കാരെ പിടിച്ച് ഒരു നല്ല മനുഷ്യനായ, ഒരു ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നടത്തുവാൻ ഒരു നല്ല രീതിയിലേക്ക് വരിക. ഇന്ന് നടക്കുന്ന ആരാധനയോ അല്ലെങ്കിൽ നടക്കുന്ന മിറക്കളോ ഒന്നും നോക്കാതെ സ്വയമായി ഞാൻ അറിഞ്ഞ സത്യം, എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരു കുടുംബത്തെ, വളർന്നു വരുന്ന ഒരു കുടുംബത്തെ നിലനിർത്താനായി ഇപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുക, അവരെ പിടിച്ചുകൊണ്ട് വരുവാൻ ഇവർ രംഗത്തേക്ക് വന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതാണ് ഞാൻ ഈ യൗവനക്കാരോട് പറയുന്ന സന്ദേശം. കാരണം ഈ യൗവനക്കാർ കാണിക്കുന്ന, ഇപ്പം പുതിയ ന്യൂ ജനറേഷൻ കാണിക്കുന്ന ആരാധനയെ സ്വീകരിക്കുകയല്ല, അത് പോട്ടെ, അത് പോട്ടെ. ഇവർ യേശു ക്രിസ്തു എന്ത് പറഞ്ഞോ അത് നിലവിലേക്ക് കൊണ്ടുവരിക, ദേശത്ത് കൊണ്ടുവരിക, കോളേജിൽ കൊണ്ടുവരിക, സ്കൂളിൽ കൊണ്ടുവരിക, മറ്റേ വർക്ക് ഏരിയകൾ കൊണ്ടുവരിക. അപ്പോൾ മാനസാന്തരപ്പെടുത്തിയെടുക്കാൻ ജീവിതമാർഗം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റണം. അപ്പോൾ ഇനി എന്താണ് പാസ്റ്ററുടെ ഒരു ഭാവി പദ്ധതി പരിപാടികളൊക്കെ എന്തൊക്കെയാണ് ഇനി പദ്ധതി എന്ന് പറയുന്നത്? ഒരാൾ UP-യിലാണ്, അതെ, അദ്ദേഹം സുവിശേഷ വേല ചെയ്യുന്നു. ഒരാൾ സ്കൂളിലെ അധ്യാപനാണ്, അവർ ബോംബെയിലാണ്, ഇപ്പോൾ ഇവിടെയുണ്ട്. ഇളയ മകൻ HVAC-യിൽ അതിൻ്റെ പേപ്പർ കമ്പനിയിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ പേപ്പർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ ഭാര്യ നേഴ്സാണ്. മൂത്ത മകൻ്റെ ഭാര്യ അവൾ ടീച്ചറാണ്. രണ്ടാമത്തെ മകൻ്റെ ഭാര്യ ബോംബെയിൽ, അവർ ഒരു നേഴ്സാണ്. ഞാനിപ്പോൾ ഒറ്റയാണ് നിൽക്കുന്നത്. എങ്കിലും ഒറ്റയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത്, എത്രത്തോളം ആയുസ് തരുന്നുവോ ദൈവം. ഇപ്പം എനിക്ക് രോഗമൊന്നുമില്ല, ഒരു ക്ഷീണവുമില്ല, രോഗമില്ല, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. ഈ എത്രത്തോളം ആയുസ് തരുന്നുവോ അത്രത്തോളം ഞാൻ ഈ പറഞ്ഞ സത്യത്തിൽ നിൽക്കുകയെന്നും സത്യത്തിന് വേണ്ടി പോരാടും. വചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി, ആരെയും വിമർശിക്കുകയല്ല, സത്യത്തിന് വേണ്ടി. ഇപ്പോൾ ഈയിടയ്ക്ക് ഞാനൊരു ചാനൽ കണ്ടു, ഏക ദൈവം, ഏക സത്യദൈവം, ഒന്നേ ഉള്ളൂ ഒക്കെ വാക്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ പറയുന്നു, മനുഷ്യരോട് ഇടപെടുന്നത് 3 നാമമുണ്ട്, ആ 3 നാമത്തിൽ വിശ്വസിക്കുന്നു. ആ 3 നാമം ഇന്ന് തെളിയിക്കാൻ പറ്റിയാൽ, സമയം തന്നാൽ, അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ, ഇപ്പോൾ പറയപ്പെടുന്ന രീതിയല്ലാതെ 3 വ്യക്തിത്വങ്ങൾ മനുഷ്യരോടുള്ള ബന്ധത്തിലുണ്ടെന്ന് തെളിയിക്കാൻ പറ്റും. അപ്പം അതും പറയും, ഞാൻ അതും തീർത്ത് പറയും. അപ്പം ഇനിയിപ്പോൾ പാസ്റ്ററുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ശിഷ്ടമുള്ള ആയുസ് മുഴുവൻ സുവിശേഷ വേലയിൽ വ്യാപൃതനായിരിക്കുക, വേറെ ടെൻഷനുകളൊന്നുമില്ല. മക്കളൊക്കെ നല്ല നിലയിലായി, അവരവരുടെ കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ പാസ്റ്റർ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ കഴിയുന്നിടത്തോളം സുവിശേഷ വേലയിൽ ശക്തമായി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് പാസ്റ്ററുടെ ഒരു ഇതാണ്.
ഇപ്പോൾ ഈ ആത്മീയ മേഖലയിൽ പാസ്റ്ററുടെ ഒരു ഗുരു എന്ന് പറയാൻ ആരാണ്? പാസ്റ്ററെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആരാണ്? പാസ്റ്റർ വെള്ളൂർ KJ എന്ന് പറയും. അദ്ദേഹം മരിച്ചുപോയി. ചർച്ച കൊണ്ടൊരു പാസ്റ്ററായിരുന്നു. പിന്നെ എന്നെ കൂടുതൽ ആകർഷിച്ചത് DC ദേവ് സാറാണ്. അതായത് തിയോളജി കൂടുതൽ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. പിന്നെ ലേഖനങ്ങൾ പഠിച്ചത് പാസ്റ്റർ AB എബ്രാഹാം എന്നാണ്. അപ്പം അങ്ങനെ ആണ് 3 അധ്യാപകരാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ടുള്ളത്. പിന്നെ പഠിച്ചതെല്ലാം ഞാൻ AB എബ്രാഹാം എന്ന് പറഞ്ഞ വലിയ പ്രായമൊന്നുമുള്ള ആളെ അല്ല. അതെ അധികം വലിയ പ്രായമൊന്നുമില്ലല്ലോ. ഇല്ല. പക്ഷെ ലേഖനങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കും. ലേഖനങ്ങൾ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അദ്ദേഹം ഒരു പ്രവാചകനൊക്കെ ആണല്ലോ. അല്ലല്ല, ആ AB പാസ്റ്റർ പത്തനാപുരം കൺവെൻഷൻ പ്രസംഗം ഉണ്ടല്ലോ. പക്ഷെ K എബ്രാഹാം അല്ല, AB എബ്രാഹാം പത്തനാപുരം. AB എബ്രാഹാം എന്ന് പറഞ്ഞൊരു താടിയുള്ള അതെ. ഓക്കെ. അപ്പോൾ അവരാണ് പാസ്റ്ററെ എത്ര സ്വാധീനിച്ചത്. അപ്പോൾ ഇത്രയും നാളത്തെ പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പാസ്റ്റർ ഒരു ബൈബിൾ കോളേജ് അധ്യാപകനും കൂടെയാണ്. എവിടെയാണ് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത്? വാഴക്കുളത്ത്. വാഴക്കുളം ഒരു ജെയിംസ് സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ ഒരു ബൈബിൾ സ്കൂളുണ്ട്, റെസ്റ്റോറൻറ്റ് ദ്വീപ്. അപ്പോൾ ഏത് വിഷയമാണ് പാസ്റ്റർ പഠിപ്പിക്കുന്നത് കൂടുതൽ? ഞാൻ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകവും ലേഖനങ്ങളുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ ഇപ്പം നമ്മളൊക്കെ പ്രസംഗിക്കുമ്പം പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, ഇവരെല്ലാം പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ആദാമിനെ ഹവ്വായിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അവർ ചെയ്തില്ലെങ്കിൽ നമ്മളൊന്നും ആയില്ല. ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പ് അർക്കപ്പെട്ട കുഞ്ഞാടാണല്ലോ. അപ്പോൾ ലോകമൊക്കെ ഭൂമിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് മരിക്കാൻ തയ്യാറാക്കുന്ന കർത്താവ് മരിക്കണമെങ്കിൽ ഇവിടെ പാപം എന്ന സംഭവം ഉണ്ടാകണം. അവിടെ തന്നെ ഒരു കാര്യമുള്ളത്, അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പഠിപ്പീര്. മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മൂക്കിൽ ശ്വാസം ഊതി ഇപ്പം ജീവനുള്ള ദേഹിയായി. അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് വനാന്തരത്തേക്ക് നടക്കുമ്പോൾ എല്ലാ മൃഗങ്ങളും ആണും പെണ്ണുമായി നിർമ്മിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെന്നെ ഈ ആദാമിനെ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് നടത്തിയേക്കുന്നത്? ഇതുങ്ങളെപ്പോലെ തന്നെ ഒരു പെണ്ണിനെ കൂടെ ഉണ്ടാക്കാൻ മേലായിരുന്നോ? അവൻ്റെ അകത്ത് എന്തിനാ പെണ്ണ് വെച്ചത്? അവൻ ദൈവം എന്നെ വെളിപ്പെടുത്തിയത് ഇതൊരു മർമ്മമായിരുന്നു. അതായത് ആദാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ആദാമിൻ്റെ അകത്തൊരു പെണ്ണുണ്ട്. അവനൊരു ഗാഠനിദ്ര വരുത്തിയാണ് ആ സ്ത്രീയെ പുറത്തെടുത്തെങ്കിൽ ഈ സൃഷ്ടികർത്താവിന് ഒരു ഗാഠനിദ്ര വരുത്തിയ പെണ്ണ് പുറത്തു വരണം. കാരണം ദൈവത്തിൻ്റെ സാദൃശ്യമല്ലേ. യേശുക്രിസ്തുവിനെ, സൃഷ്ടികർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അരിമത്തിയിലെ യോസേപ്പിൻ്റെ കല്ലറയിൽ 3 ദിവസം ഗാഠനിദ്ര അനുഭവിച്ചപ്പോൾ അവനിൽ മറിഞ്ഞിരുന്ന സ്ത്രീ പുറത്തു വന്നു. അപ്പം സഭ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദാമിനെ നോക്കണം. ലംഘനം നടത്തുന്നതിന് മുമ്പ് പിശാച് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ മരിക്കുകയല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇവിടെ കുറേ പഠിക്കാനുണ്ട് സാറേ. ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞു. അവളോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയല്ല, നിശ്ചയം. അല്ലെങ്കിൽ തന്നെ കർത്താവ് പറഞ്ഞത് ഈ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുന്നാണല്ലോ. പക്ഷേ പിശാച് പറയുന്നു മരിക്കുകയല്ലെന്ന്. ഇങ്ങനെ തേജസ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് അവസാനം ദൈവം പറഞ്ഞൊരു വാക്ക് 3-ാം അധ്യായത്തിൻ്റെ അവസാനം 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പം തേജസ്സില്ലാതെ ആദാമും ഹവ്വായും നിൽക്കുമ്പം പറയുകയാണ്, ഇതാ നമ്മളിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. നമ്മളെപ്പോലെയല്ല, നമ്മളിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവർ ഇങ്ങനെ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന്, ഇതേപോലെ ജീവിക്കാതിരിക്കേണ്ടതിന് ഇവരെ പർദീസായെന്ന്, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ നിൽക്കുന്ന തേജസ്സില്ലാതെ നിൽക്കുന്നവരെ കണ്ടപ്പം ദൈവം പറഞ്ഞത് നമ്മളിൽ ഒരുവനെ പോലെ ആയെന്ന. ഇവിടെ ബൈബിളിൽ മുഴുവൻ പഠിപ്പിക്കുന്നത് പാപിയായി നിൽക്കുന്ന. ഇത് തിന്നുന്നാൾ ഈ പാപിയാവുന്നല്ല ദൈവം പറഞ്ഞത്. അല്ല, മരിക്കുമെന്നല്ല പറഞ്ഞത്. മരണം വന്നു. എന്നിട്ട് ഇവരോട് പറഞ്ഞത്, ദൈവം പറഞ്ഞത് നമ്മളിൽ ഒരുവനെ പോലായി. ഈ നമ്മൾ ഒരുവനെ പോലെ നിൽക്കുന്ന ആദാമിനെ ഹവ്വായും കണ്ടിട്ട് നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തേക്ക് 5-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് ആദാം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ക്രിസ്തുവിനെ പോലെയാണ് ആദാം ഇപ്പം നിൽക്കുന്നത്. പിന്നെ എവിടെയാ പാപം ചെയ്തത്? ഏകൻ്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും വന്നെന്നല്ലേ. 4-ാം അധ്യായത്തിൽ കയീൻ്റെ അടുക്കലേക്ക് പാപം വന്നിട്ടുണ്ട്. ദൈവം പറഞ്ഞു, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണമെന്ന് പറഞ്ഞു. ഏകൻ്റെ ലംഘനത്താൽ പാപം വന്നു.
ആരിലും കയറിയില്ല. പക്ഷേ ദൈവം പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല. പുറത്ത് കിടന്ന പാപം അതിൻ്റെ അകത്തായി. അവിടെ തൊട്ടാണല്ലോ പാപത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ ഈ പറഞ്ഞ 3-ാം അധ്യായത്തിൽ പറയുമ്പോഴും പഠിപ്പിക്കുമ്പോഴും കേൾക്കുന്നത് മുഴുവൻ ആദാം പാപിയായി. ആദാം പാപി എന്ന് പറയുന്നൊരു ഭാഗം അവിടെയില്ല. കാരണം മരിക്കുമെന്ന് പറഞ്ഞ് മരണം വന്നു. അങ്ങനെയാണെങ്കിൽ പാപിയാണെങ്കിൽ ഇവൻ നഗ്നനായി നിൽക്കുന്ന കണ്ട, അല്ലെങ്കിൽ ഇലകൾ എടുത്ത് വിട്ടേക്കുന്ന കണ്ടപ്പോൾ ഈ പാപിയാണെങ്കിൽ അവന് ദൈവം ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തല്ലോ. അപ്പം പാപിയെ പൊതിഞ്ഞു കിട്ടുന്ന ദൈവമാണോ? അല്ലല്ലോ. അവൻ ഒരിക്കലും ഇത് ദൈവത്തിൻ്റെ വരാനുള്ള ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ പഠിപ്പിച്ചൊരു പഠിപ്പീരായിരുന്നു അത്. സ്ത്രീയുടെ സന്തതിയായി വരാനുള്ളത് ഇതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പൊതുജനം അറിയണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? ഉണ്ട്. അതായത് നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സുവിശേഷം എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കേണ്ടതാണ്. ആ ഭാഗത്തേക്ക് വരാൻ ഇന്ന് തടസ്സം നിൽക്കുന്നത് ഏത് മേഖലയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, പിശാച് നമ്മളെ തടയും. പക്ഷെ നമ്മളിൽ ആത്മാവ് പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ മറ്റൊരാളെ ഹെൽപ്പിന് വിളിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു വിശ്വാസിയോ ഒരു ദേവദാസനോ ആണെങ്കിൽ മാത്രമേ കൈ കൊടുക്കാവുള്ളൂ. കൈ കൊടുത്ത് 2 പേർ ഐകമത്യപ്പെട്ടാൽ ഇതിലൊരു വിടുതൽ നടക്കും. നടത്താൻ ആരും വരണ്ട. കാരണം 2 പേരിലും ആത്മാവുണ്ടല്ലോ, ദൈവം ഉണ്ടല്ലോ. അപ്പോൾ 2 പേര്, ഈ 2 പേര് കൈ കോർത്താൽ, ഏക മനസ്സുള്ളവരായി തീർന്നാൽ, ഞാൻ പറയുന്നു ഇന്ന് നടക്കുന്ന ഒത്തിരി മിറക്കളൊന്നും ആവശ്യമില്ല. ഇതൊക്കെ വെറും തട്ടിപ്പായിട്ടാ. 2 പേര് പ്രാർത്ഥിക്കണം, ഉപസിക്കണം, ഇതെല്ലാം ആവശ്യതയാണ്, മനുഷ്യൻ്റെ ആവശ്യമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ പറയട്ടെ പാസ്റ്ററെ, അത് അവസാനത്തെ ഒരു സന്ദേശമാണ്. 21 ദിവസം, 40 ദിവസം, 7 ദിവസം, 3 ദിവസം, 1 ദിവസം, 3 ദിവസം ഇങ്ങനെ ഉപസിക്കുന്നവരുണ്ട്. സാറ് ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് കണക്ക് കൂട്ടി നോക്കണേ. ഈ വിശ്വാസികൾ മുഴുവനും ഓരോ പ്രാവശ്യം ഒരു മാസത്തിൽ 21, വേറൊരു മാസത്തിൽ 40, അങ്ങനെ കണക്കാക്കുമ്പോൾ 361 ദിവസത്തിൽ 365 ദിവസത്തിൽ പകുതി മുക്കാൽ ഉപവാസം കൊണ്ട് പോവുക. സുവിശേഷം പറയുന്നില്ല, ഇവർ എത്തുന്നില്ല. അപ്പം ഉപവാസം ആവശ്യത്തിനെടുത്തിട്ട് കൂടുതൽ സമയം സുവിശേഷം പറയണം. പിന്നെ 2, സുവിശേഷം പറയുന്നവർ ഇല്ല, ബന്ധന വഴിക്കുന്നവരും സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരും ഉള്ളത്. പുറത്തേക്ക് ഇറങ്ങാൻ യേശു നടന്ന പോലെ അവൻ സഞ്ചരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എന്നാ. അവൻ സഞ്ചരിച്ചതുപോലെ സഞ്ചരിക്കാൻ പറ്റുന്ന പാസ്റ്റർമാർ ഇപ്പോൾ ഇല്ല. കുറവാണ്. അത് ചെറിയ മൈക്കും പിടിച്ച് ഇങ്ങനെ വഴി നീളെ സുവിശേഷം പറഞ്ഞു പോകും. അവർ വീട് വീടാത്ത സുവിശേഷം പറയും. ഇന്ന് ആകെ മൊത്തം നടക്കുന്നത് മുഴുവൻ പ്രഷർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനാണ് രാവിലെ വൈകുന്നേരം നടക്കുന്നത്. സുവിശേഷം പറയാനില്ല. അപ്പം സുവിശേഷം പറയാൻ ഇപ്പം സത്യത്തെ പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ പോലെ വേലക്കാരോ ചുരുക്കം, കൊയ്ത്ത് വളരെയുണ്ട്. ഇതൊന്നും മടങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയെങ്കിലും ഈ സുവിശേഷം കൊണ്ട് നിറങ്ങാൻ തയ്യാറായാൽ മതിയായിരുന്നു എന്നൊരു ആഹ്വാനം കൂടി എനിക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും സമയം നമുക്ക് പാസ്റ്ററിൽ നിന്ന് വലിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കാനും പുതിയ ഉപദേശങ്ങളൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുവാനും നമുക്ക് സാധിച്ചു. എന്തായാലും പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററുടെ നമ്പർ ഞാൻ ഇതിൻ്റെ അത് ഇടുന്നുണ്ട്. നിങ്ങൾ ഈ പാസ്റ്ററെ വിളിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാസ്റ്ററുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പാസ്റ്ററെ ഇത്രയും സമയം പാസ്റ്റർ സമയം അനുവദിച്ചു തന്നതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു.